നമസ്കാരം. ചില വ്യക്തികളെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്, അവർ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി മെഴുതിരി പോലെ എരിഞ്ഞടങ്ങി ഉരുകി തീർന്നു എന്നൊക്കെ. ഏതാണ്ട് അതുപോലെ അല്ലെങ്കിലും അതുമായി വളരെ സാദൃശ്യമുള്ള ഒരു ഗ്രഹത്തെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ ഗ്രഹം സ്വയം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്വയം മരണം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്വന്തമായി മരിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരുപക്ഷെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യ ഗ്രഹമാണ് എന്നാണ് ഗവേഷകർ ഇപ്പോൾ പറയുന്നത്. വളരെ വിചിത്രമാണ് ഈ ഗ്രഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ സൂര്യനെ പോലെ തന്നെ ഉള്ള ഒരു നക്ഷത്രത്തിന് ചുറ്റുമാണ് ഈ ഗ്രഹം ഇപ്പോൾ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു തവണ ഈ നക്ഷത്രത്തെ ചുറ്റി വരാൻ 7 ദിവസം മാത്രം മതി എന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, ഈ നക്ഷത്രത്തിൽ നിന്ന് സൂര്യനേക്കാൾ ശക്തിയേറിയ രശ്മികളാണ് പ്രവഹിക്കുന്നത്. ഇതിന് അതിഭയങ്കരമായ തോതിലുള്ള റേഡിയേഷനുമുണ്ട്. ഓരോ തവണയും ഈ ഗ്രഹം നക്ഷത്രത്തെ ഭ്രമണം ചെയ്ത് വരുമ്പോഴേക്കും ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ഉരുകി തീർന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ഈ ഗ്രഹം. പക്ഷേ അവിടെ മനുഷ്യവാസമോ മറ്റോ ഒന്നും ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഈ നക്ഷത്രത്തിന് ചുറ്റും ഭ്രമണം ചെയ്ത് ഇത് ചെറുതായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഗവേഷകർ പറയുന്നത്. നിലവിൽ ഇത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിൻ്റെ വലിപ്പമുള്ളതാണ്. അസാമാന്യമായ ഭീമാകാരമായ വലിപ്പമുള്ളൊരു ഗ്രഹമാണ്. പക്ഷേ ഇത് നൂറുകണക്കിന് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും ചെറിയ ഗ്രഹങ്ങളിലൊന്നായ നെപ്റ്റ്യൂണിനെ പോലെ തീരെ ചെറിയൊരു ഗ്രഹമായി മാറും എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. നാസയുടെ ഗവേഷകരും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഗവേഷകരുമൊക്കെ തന്നെ അവരുടെ ഏറ്റവും സാങ്കേതികമായി മുന്നിട്ട് നിൽക്കുന്ന ദൂരദർശിനിയും മറ്റു ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഈ ഗ്രഹത്തെ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഭ്രമണം വയ്ക്കുന്ന സൂര്യനെ പോലെയുള്ള നക്ഷത്രമാകട്ടെ, ഇതിന് നമ്മുടെ സൂര്യനെ അപേക്ഷിച്ച് താരതമ്യേന പ്രായം കുറവാണ്. ചെറുപ്പക്കാരനായ ഒരു നക്ഷത്രം എന്ന് വേണമെങ്കിൽ അതിനെ ഗവേഷകർ വിശേഷിപ്പിക്കുന്നുണ്ട്. സൂര്യൻ്റെ പഴക്കം 4.5 ബില്യൺ വർഷങ്ങളാണെങ്കിൽ HIP 67522 എന്ന് പേരിട്ടിരിക്കുന്ന ഈ പുതിയ സൂര്യന് 17 ദശലക്ഷം വർഷം മാത്രമാണ് പഴക്കമുള്ളത്. താരതമ്യേന പ്രായം കുറഞ്ഞ ഈ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ തന്നെ വളരെ വേഗത്തിലായിരിക്കും ഇവരുടെ എല്ലാ പ്രവൃത്തികളും നടത്തുന്നത് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് ഇല്ലാതായി തീരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. നമ്മുടെ ഭൂമിയെ സംബന്ധിച്ച് എത്രയോ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമി ഉണ്ടായത്. പക്ഷേ സൂര്യനും ഭൂമിയും തമ്മിൽ ഒരു കൃത്യമായ അകലം പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവിടെ സൂര്യൻ്റെ താപം കാരണം തീപിടുത്തമോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉഷ്ണകാലം വരുമ്പോൾ മാത്രമാണ് നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത്. അതല്ലാതെ ഭൂമി സൂര്യനോട് നിലവിൽ കണ്ടുപിടിക്കപ്പെട്ട ഗ്രഹവും അതിൻ്റെ നക്ഷത്രവും തമ്മിലുള്ള അകലത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ മൊത്തമായി കത്തി നശിച്ചു പോകുമായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം തന്നെയാണ് ഇവിടെ ജീവജാലങ്ങൾ ഇത്തരത്തിൽ നിലനിൽക്കാനും അതുപോലെ സമശീതോഷ്ണാവസ്ഥ ഉണ്ടാകാനും ഒക്കെ തന്നെ കാരണമായിരിക്കുന്നത് ഈ അകലം തന്നെയാണ്. പക്ഷേ ഈ പുതുതായി കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്വയം എരിഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി അത് ഭ്രമണം ചെയ്യുന്ന സൂര്യനെ പോലെയുള്ള നക്ഷത്രവുമായുള്ള അടുപ്പമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെറും 7 ദിവസം മതി ഒരു പ്രാവശ്യം ഭ്രമണം ചെയ്ത് വരാനെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന്. അങ്ങനെ ഓരോ ഭ്രമണം കഴിയുമ്പോഴും ഇതിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിശക്തമായ റേഡിയേഷനാണ് ഇവിടെ ഉണ്ടാകുന്നത്. മാത്രമല്ല ഈ രശ്മികൾ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഈ ഗ്രഹം കടന്നു പോകുന്ന അവസരങ്ങളിലൊക്കെ തന്നെ ഈ നക്ഷത്രങ്ങളിൽ നിന്നുള്ള അവരുടെ സൗരോർജ്ജം പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഗ്രഹത്തെ കൊണ്ട് പ്രത്യേകിച്ച് ഇനി ഭാവിയിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ ഒരു കാര്യം. ചൊവ്വാഗ്രഹവും മറ്റുമൊക്കെ തന്നെ നമ്മൾ വളരെ പ്രതീക്ഷയോടെ നോക്കുന്ന മേഖലകളാണ്. കാരണം നാളെ ഒരുപക്ഷെ മനുഷ്യന് പോലും അവിടെ പോയി ജീവിക്കാനൊക്കെ കഴിയുമോ എന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഗ്രഹത്തെ കൊണ്ട് അങ്ങനെയുള്ള യാതൊരു പ്രയോജനം ഉണ്ടാകില്ല. സ്വയം എരിഞ്ഞ് തീരുന്ന ഒരു ഗ്രഹം എന്ന് മാത്രമാണ് നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. കാരണം അതിൻ്റെ നക്ഷത്രമായ അതിൻ്റെ സൂര്യൻ അതിശക്തനാണ്, പ്രായം കുറവാണ്. അതുകൊണ്ടൊക്കെ തന്നെ വളരെ പെട്ടെന്ന് ഇത് കത്തിയെരിഞ്ഞു പോകും. പക്ഷേ അതിന് ദശലക്ഷക്കണക്കിന് വർഷമെടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. യൂറോപ്യൻ സ്പേസ് ഏജൻസി പോലെയുള്ള സ്ഥാപനങ്ങൾ ഇപ്പോഴും ഒരു വിഷയത്തിൽ ഗവേഷണം തുടരുകയാണ്. ഈ സൂര്യനെ പോലെ മറ്റെവിടെയൊക്കെ നക്ഷത്രങ്ങൾ ഉണ്ട് എന്നുള്ളത്, അതിൻ്റെ കീഴിൽ ഗ്രഹങ്ങളുണ്ടോ, അവിടെ ജീവിക്കാനുള്ള സാധ്യതയുണ്ടോ, അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണ് തുടങ്ങിയ ഗവേഷണങ്ങളിലാണ് ഇവരെല്ലാവരും ഇപ്പോൾ. കാരണം ഇപ്പോൾ സാങ്കേതികമായി നമ്മൾ ഏറെ മുന്നോട്ട് പോയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതേക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കാനുള്ള എല്ലാവിധ ഉപകരണങ്ങളും ഇന്ന് നാസയുടെയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ എല്ലാം കൈവശമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാരണം.